നമ്മൾ ഒരുപാട് ടൈം എടുത്തുണ്ടാക്കുന്ന റെസിപ്പി, പെട്ടെന്ന് ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവും. അങ്ങനെ ഒരു റെസിപ്പിയാണ് ഇത്. പ്രഥമൻ പായസമാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി. ഇതിനായിട്ട് ആദ്യം തന്നെ ചെറുപയർ പരിപ്പ് ഞാൻ 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ വാർത്തി ഒരു കുക്കറിലേക്ക് കുറച്ച് RKG കൂടി ഇട്ട് കൊടുത്ത് ഇതേപോലെ നന്നായിട്ട് വറുത്തെടുക്കുക. ഇനി ഇതിലേക്കുള്ള 2.5 കപ്പ് വെള്ളം ചേർത്തിട്ട് അടച്ച് വെച്ച് ഒരു 3 വിസിലടിച്ചെടുക്കാം. പിന്നെ കുറച്ച് ശർക്കര ഇതേപോലെ വെള്ളത്തിലിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ ഇപ്പോൾ തേങ്ങാപ്പാലിൻ്റെ പൊടിയാണ് എടുക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് കട്ടി തേങ്ങാപ്പാൽ എടുക്കാം. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ കോൺഫ്ലോറും കൂടി ചേർത്ത് കുറച്ച് വാം വാട്ടർ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചെറുപയർ വെന്ത് കഴിഞ്ഞ സമയത്ത് നന്നായിട്ടൊന്ന് ഉടച്ച് നമ്മുടെ ശർക്കരയും കുറച്ച് RKGയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് തിളച്ചതിൻ്റെ ശേഷം തേങ്ങാപ്പാലും കൂടി ചേർത്ത് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തൊക്കെ RKGയിൽ വറുത്തിട്ടിട്ടുണ്ട്, അണ്ടിപ്പരിപ്പ് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയും സിമ്പിളാണ് ഇത് തയ്യാറാക്കാൻ. 10 മിനിറ്റ്